ആഹാ ആരപ്പത് ഒമ്പോ മുഞ്ചത്തേക്കണല്ലോ. ആണോ ഇനി പുട്ടിപ്പണിയാ? എന്നാലേ ഞാൻ ഓരോരോ സാധനങ്ങൾ കൊണ്ടുപോയി അടുപ്പിക്കട്ടെ. അപ്പത്തേക്ക് നീ റെഡിയാവും. അപ്പത്തേക്ക് വണ്ടിയും വരും. ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ അടുത്ത വീഡിയോ അപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് തിരിച്ചു വന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെ ബാക്കിയുള്ളത് കൂടി കൊണ്ടുപോകാനുണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ കുറച്ച് സാധനങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതെടുത്തിട്ട് പോകാന്നുള്ള പരിപാടിയിലാണ് ഞാനുള്ളത്. പോവല്ലേ? ഇതിലേറെ സാധനങ്ങൾ ഇപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ടോ. ഇനിയിപ്പോൾ റൈസും പഞ്ചസാരയും പഴവും പ്ലേറ്റും പെപ്സി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണുള്ളത്. നമ്മളെ ചിക്കൻ ഉണ്ടാകത്ത് എന്തായി എന്നൊരു പിടിയില്ല. ചിക്കനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ പഴംപൊരിക്കുള്ള സാധനം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും പിന്നെ ഒരു പരിപാടി ചെയ്യാണല്ലോ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഗ്രാൻഡായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നിനൊരു കുറവും പറ്റിയില്ല. ഞങ്ങളെന്തായാലും 10-18 ആളുണ്ടല്ലോ, 10-15 ആളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വേണം. ഓക്കെ, ഐറ്റംസ് എല്ലാം ഇവിടെ എത്തി. അപ്പോൾ ഇനി ചിക്കനും 1-2 ചില്ലറ സാധനങ്ങളും ഇവിടെ എത്താനുള്ളൂ. ആരും എത്തിയിട്ടില്ല കേട്ടോ, ഞാൻ തന്നെ വന്നിട്ടുള്ളൂ. പിന്നെ എല്ലാവരും ഉത്തരവാദിത്തമുള്ള ആളുകളായതുകൊണ്ട് വരുമായിരിക്കും. കറക്റ്റ് സമയത്ത് എത്തേണ്ടതാണ്. ഇവിടെയാണ് അടുപ്പ് സെറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഒരു അടുപ്പ് ഇവിടെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് പറ്റൂല. 2 കല്ല് ഒപ്പിച്ചിട്ട് ഇവിടെയൊക്കെ അടുപ്പ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ ഇവിടെയാണ് ഇന്ന് നമുക്ക് ഫങ്ഷൻ. ഇവിടെയാണ് നമുക്ക് കിച്ചണും കാര്യങ്ങളൊക്കെ ഒരുക്കി തന്നിട്ടുള്ളത്. ഇവിടെ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നമ്മൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഇന്ന് നമ്മളെ പരിപാടി. ആരും വരുന്നില്ലല്ലോ, എല്ലാവരും പോസ്റ്റാണ്. വരുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ വന്നവിടെ നമ്മളെ കാര്യപരിപാടിയിലേക്ക് കടന്നു കേട്ടോ. എന്താ പച്ചമുളകാണ് ആദ്യം ക്ലീൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സവോള ക്ലീൻ ചെയ്യാണ്ട്, ടൊമാറ്റോ ക്ലീൻ ചെയ്യാണ്ട്, പിന്നെ കച്ചമ്പർ ഉണ്ടാക്കാനുണ്ട്, സ്കോഷ് കളക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോ തലക്കെന്ന് സ്റ്റാർട്ട് ചെയ്യാം. കളറുകളാണ് കേട്ടോ വന്നു തുടങ്ങുന്നത്. സവാള റെഡിയാക്കാനുണ്ട്. ഇതുകൂടെ റെഡിയാക്കി കഴിഞ്ഞിട്ട് വേണം അരി വെള്ളത്തിലിട്ട് വെക്കാൻ. എല്ലാവരും എത്തുന്നുള്ളൂ കേട്ടോ. ചെക്കന്മാരൊക്കെ ടൗണിലാണ് എല്ലാവരും ഉള്ളത്. എല്ലാവരും ഓരോരോരോ പരിപാടികളിലാണ്. കാരണം വണ്ടി ഓടാൻ പാടില്ലാത്തതുകൊണ്ട് വയനാട്ടിൽ കാറ് കൊണ്ട് വരാൻ ചെറിയൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ടാസ്ക്കുള്ളൊരു കാര്യമാണ് കേട്ടോ സവാള ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ടാസ്ക്കുള്ള പണി തന്നെയാണ്. ഇപ്പം നിറയാൻ തുടങ്ങും കണ്ണൊക്കെ. മെയിൻ ഷെഫ് ഇതുവരെ എത്തിയിട്ടില്ല. പനിയും വേറെ ആയിട്ട് കിടക്കുകയാണ്. കട്ടിംഗ് ബോർഡുണ്ടോ? താങ്ക് യു. കണ്ണൊക്കെ നിറഞ്ഞു തുടങ്ങി. ഇത് കണ്ടോ? ഇതാരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഇതെന്താണെന്നറിയോ? ഈ സവോളയിൽ അടിക്കുന്ന മരുന്നിൻ്റെ കറയാണ് കേട്ടോ. അതിൻ്റെ തൊലിയിലുണ്ടാവുന്ന രണ്ടാമത്തെ തൊലിയിലുണ്ടാവുന്ന കറയാണത്. പൂപ്പലൊന്നും പറയാം. അതൊക്കെ വയറ്റിപ്പോയ അമ്മമാര് വിഷം അറിയാം. കഴുകിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം അതൊക്കെ കഴിക്കാൻ.
നിറഞ്ഞ് നിറഞ്ഞേ. ഇത് കണ്ട, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ സാധനമൊക്കെ വയറ്റി പോയിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ, നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. ചെറിയ ഉള്ളിയാണ് കേട്ടോ നന്നാക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ടാസ്ക്കുള്ള പണിയും തോന്നിയിട്ടുള്ള ഇതാണ് കേട്ടോ. ചെറിയ ഉള്ളി നന്നാക്കലും വെളുത്തുള്ളി നന്നാക്കലും. അയ്യോ, തീരെ ഇഷ്ടമില്ലാത്ത 2 പരിപാടികളാണത്. ഇങ്ങോട്ട് വന്നോളൂ. ഒരു സൈഡിൽ ക്യാരറ്റ് റെഡി ആവുന്നുണ്ട്, ഒരു സൈഡിൽ ചെറിയുള്ളി റെഡി ആവുന്നുണ്ട്. എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേഗം വേഗം പരിപാടി ആവും. ഇതേപോലെ തന്നെയാണ് എപ്പോൾ പരിപാടി അവതരിപ്പിച്ചാലും ലാഗായിരിക്കും. ഇത് കണ്ട, നമ്മൾ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ലേശം ഒഴിച്ചു കൊടുത്തായി. അതിലുള്ള അണുക്കളൊക്കെ ഒന്ന് ചത്തോട്ടെ. അതിന് വേണ്ടിയിട്ട് എന്താ പുഴുവൊക്കെ ഉണ്ടെങ്കിലോ ചാടി ഇറങ്ങി വന്നോളൂ. നല്ലോണം ഒന്ന് കൈയിട്ട് വാഷ് ചെയ്ത് എടുക്കുക. ഓരോന്നായിട്ട് ഇതുണ്ട. ഉള്ളിയൊക്കെ പൊളിഞ്ഞു വരുന്നുണ്ട്. അത് കേടുള്ളത് കൊണ്ട് കേട്ടോ അങ്ങനെ പൊളിഞ്ഞു വരുന്നത്. നല്ല ഉള്ളിയാണെങ്കിൽ പൊളിഞ്ഞു വരില്ല. ഓക്കെ, സാധനം സെറ്റായിട്ടുണ്ട്. പിന്നെ സവാള കിരി ഷർത്താ പൊളി ഷർത്താ സാധനം. ക്യാരറ്റ് നല്ല കളറുണ്ട്. മന്തിക്കായതുകൊണ്ട് സവാള പിന്നെ എങ്ങനെ അറിഞ്ഞാലും കുഴപ്പമില്ല. കാരണം കൂടുതലും കുഴപ്പമില്ല, കാരണം കുറഞ്ഞാലും കുഴപ്പമില്ല. തക്കാളി ജ്യൂസ് അടിക്കണം പോലും. എന്താ ചെയ്യാ? ചൂടാക്കുന്നുണ്ട, ഡയറക്റ്റ് അടിച്ചാൽ. ഇതാ ഓരോന്നായിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുന്നു. കസ്കസ് വെള്ളത്തിലിട്ടു, ടൊമാറ്റോ, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളകും പിന്നെ വെള്ളവും കൂട്ടിയിട്ടുണ്ടോ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത്. നല്ല ഫ്ലേവറാണ്, അടിപൊളി സാധനമാണ്. കുറച്ചൊക്കെ കട്ട് ചെയ്യാനുണ്ട്, പച്ചമുളക് തവിട്ടിക്കുന്നുണ്ട്. എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്കും കൂടെ വന്നാൽ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. വീട് കണ്ടില്ലല്ലോ. ഇന്ന് ബൈക്കുമ്പോ കയറണമെന്ന് പറയരുത് കേട്ടോ. കുറച്ച് കഴിയുമ്പോ കാട് മല കുന്തം വെച്ച് പോയിട്ട് വരാം കേട്ടോ. സമത് പോരും വീൽചെയർ കൊടുത്തോടെ.
അല്ലെങ്കിൽ ഞാൻ വരും തിരിച്ച്. പിന്നെ വന്ന് കൊണ്ടുവരാം. നല്ല ഉറക്കാണ്. അധികം നേരം കൂടെ വർത്താനം പറഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുടുങ്ങും. പോവാം. കുറച്ചേരം അവിടെ ഇരിക്കി. ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാലോ? കൊറേ പുട്ടിട്ടിക്കണല്ലേ? നോക്കി മുഖം നോക്കി തിളങ്ങണ്. അവിടെ ഇരുന്നോ കുറച്ചേരം. വീൽ ചെയർ കൊണ്ടിട്ട് എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങാം. എന്തേ എന്ത് അങ്ങനെതാ ഇവര് കുക്കിങ് തുടങ്ങാൻ പോവാണ് കേട്ടോ. അപ്പൊ ചെമ്പൊക്കെ അടുപ്പ് കത്തിച്ച് ചെമ്പൊക്കെ വെച്ച് അതിന്റെ ഒരുക്കങ്ങളിലാണ് കേട്ടോ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന ഒരുക്കങ്ങൾ തുടങ്ങി. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ പുറത്തിറങ്ങി ഇരിക്കുകയാണ് കേട്ടോ. മുളക് ചട്നിക്കുള്ള സാധനമാണ് കേട്ടോ. കണ്ടാ മുളക് ചട്നി അതിനേക്കുള്ളതാണ്. ഷഫൻ ഇതെന്തിനാണ്? ചട്നിയോ? ഇതൊക്കെ കാണേണ്ട കാഴ്ചയാണ് മോളെ, മനസ്സിലായോ? ആണ്ടിലൊരിക്കൽ കാണേണ്ട കാഴ്ചയാണ് ഇതൊക്കെ. അധികം കട്ടിയാക്കണ്ട കേട്ടോ, നൈസിലെടുത്തേ. ഒറ്റ കിട്ടുമ്പോ നല്ലോണം കൊടുക്കും ചെയ്യും. ആ കയറും നയിച്ചറിയാൻ വേണ്ടിട്ട് നല്ലൊരു സുന്ദരി പെൺകുട്ടിനെ വേഗം കണ്ടുപിടിക്കണം. സമയമായി, വൈകി. വിറകൊന്നും അവിടെ തള്ളി വെക്കാൻ ഏതാ തള്ളാണല്ലോ നോക്കിട്ട്. ഈ കേക്ക് ഉണ്ടോ? എല്ലാവർക്കും അയച്ചു കൊടുക്കണോ? വെളുത്തുള്ളിയോ? ചോറായോ? ചോറായില്ല. നിർത്തിയെന്താ ചോദിച്ചൂടെ? ആഹാ ശരി. അല്ല ഇന്നലെ അത് വൈകുന്നേരം ചോദിക്കണമെങ്കിൽ ഒരു കാരണം അതെപ്പോഴും ഉള്ളതാ. മസാല ഇട്ടോ? ആ മസാല ഇട്ട് മറ്റേ സാധനല്ലേ മസാല മഴ നിന്റെ മന്തി അക്ഷരം മാറ്റാൻ വായിക്കോ. എങ്ങനെ ഉണ്ടായിരുന്നു? ഷറീന ഏയ്
അതവന്റെ ഓണം താഴെ പോകരുത്. വീട് വിളിക്കണോ? കിട്ടിയാ? ഇത് മൈമല്ലോ. ഓ മൈമനെ നാളെ. അങ്ങനെ ഗൈസ് ഞങ്ങൾ പാർട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. സേനുമാക്കും ഉമ്മച്ചിക്കൊക്കെ ചോറ് കൊണ്ടുവന്നപ്പോൾ അവർ കഴിക്കാണ്. അപ്പോൾ അയിനൂസ് ഇതാ വീണ്ടും ഉമ്മച്ചിനോട് ചോറൊക്കെ വാങ്ങി തിന്നുന്നുണ്ട്. അയിനൂസേ നീ തിന്നതല്ലേ? ഇങ്ങോട്ടോക്കടാ. അതാ സേനുമേത അവിടുന്ന് ചോറ് തിന്നുന്നുണ്ട്. ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം. അപ്പം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനേ. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇതുവരേക്കും ബൈ.